ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞാൻ തംബ്നെയിലിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്ന്. അത് പക്ഷേ ഒന്നുകൂടി ഇടേണ്ട അവസ്ഥയാണ്. ഞാൻ ശരിക്കും ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ അത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നും, പക്ഷേ എനിക്കത് കൂടിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് കാലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാതും കൂടി എനിക്കും ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഞാനിതൊന്നും പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യണമല്ല. കാരണം ഞാനിപ്പോൾ ട്രിപ്പിന് പോകാൻ വേണ്ടി ഷൂസ്, സാധനങ്ങൾ എനിക്ക് വേണ്ട ഇതെല്ലാം മേടിച്ചു വെച്ചു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഡ്രീമായിരുന്നു ഇങ്ങനെ കസോളിൽ അല്ലെങ്കിൽ മണാലിയൊക്കെ പോകണം, ഒന്ന് കാണണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഈ പ്രാവശ്യം ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ അവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം. ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഏതൊരു പ്രാവശ്യമെങ്കിലും ആവാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ടി വന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്താണല്ലോ ഏറ്റവും വലുത്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലാണ് ഇനിയും അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കാലും ഈ ത്രോട്ട് പെയിനും പിന്നെ എനിക്ക് ഈ ശ്വാസം മുട്ടൽ വന്ന് ഇപ്പോൾ ഈ തണുപ്പത്ത്, അത് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇന്നലെ ഞാൻ വരണ വഴിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി. അപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ ഇതാണെന്നാണ് പറയണത്, ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനി പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം, നമുക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ കുറവായത് കാരണം പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ 2-3 ആൾക്കാരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ഇന്ന റിസ്ക് എടുത്ത് പോകണ്ട. അവിടെ പോയിട്ടുള്ള 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത്ര റിസ്ക് എടുത്ത് പോകണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പോകാമല്ലോ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പോവാം. എനിക്ക് സത്യം പറഞ്ഞാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് പോകണ്ട. നീ ഇപ്പോൾ ഞാനാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു പൈസയുടെ ഒരു ഇത് പറയുകയല്ല, അത്യാവശ്യം പൈസ ചിലവാക്കിയിട്ടാണ് ഈ ഒരു ട്രിപ്പിന് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷൂസ്, ജാക്കറ്റ്, അങ്ങനെ കുറേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും, പക്ഷേ എനിക്കെന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്, പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്തായാലും നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ മണാലി പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ അടുത്ത് ആൻറ്റി അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പം നമുക്ക് ഡൽഹി ഇറങ്ങാം, ഇനി ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് പോകാം, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞ് ശ്വാസം മുട്ടലും ഇൻഫെക്ഷനൊക്കെ കൂടിയിട്ട് എന്താണ് അവിടെ ഇതാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായിരിക്കും. കണ്ടോ, ഇവിടെ ചുണ്ടൊക്കെ ഡ്രൈ ആയി. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 2:35. ഇവിടെ വെയിലൊക്കെ ഇപ്പോഴാണ് വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. ഇത് എനിക്കറിയൊന്നുമില്ല, നോക്കട്ടെ, കണ്ട ഗൈസ്. അപ്പോൾ ഞാൻ ആ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ വീഡിയോ ചെയ്യായിരുന്നു. അപ്പോൾ അത് അവന്മാരുടെ ഏരിയയാണ്. അപ്പോൾ അവന്മാർ നീ ആരടാ എന്നുള്ള രീതിയിൽ നമ്മളത് ഇതാക്കി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നമ്മൾ അവരുടെ ഏരിയയിൽ കയറി നമ്മളങ്ങനെ കളിക്കാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഹിന്ദിക്കാരാണ്, നമുക്ക് ഹിന്ദി അറിയാനും പാടില്ല. അപ്പോൾ വെറുതെ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയണ ഒരവസ്ഥ ഉണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം എപ്പോഴും നടന്നു കഴിഞ്ഞാൽ നമുക്കതിലൊരു രസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു ഇത്.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അപ്പൻഡിക്സ് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ആയത് കാരണം എനിക്ക് ഡൽഹിയിലേ വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഡൽഹി വരെയെങ്കിലും വന്നു. ഇതൊരു വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഇപ്രാവശ്യം ഡൽഹി വരെ വന്നു. പക്ഷേ ഇപ്രാവശ്യം ഡൽഹി എത്തിയപ്പോൾ മണാലി അല്ലെങ്കിൽ കസോളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ലൈഫ്. നമ്മൾ വിചാരിച്ചൊന്നും നടക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അതത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്തായാലും നമ്മളിവിടെ വരെ വന്നാലും നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കണത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഡൽഹി തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ഇങ്ങനൊരു നേച്ചർ ഇതായിട്ട് എനിക്ക് അവിടെ കസോൾ അല്ലെങ്കിൽ മണാലിയൊക്കെ പോകണമെന്നായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ ഇതിന് നല്ലത്. പിന്നെ എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രെയിനിൽ പോയപ്പോൾ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണമായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ആക്ച്വലി ഇന്നലെയാണ് എത്തിയത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ തണുപ്പത്തതായിട്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയായില്ല. ഞാനിങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ഞാൻ ചെറിയ കട്ടിയുള്ള പുതപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബ്ലാങ്കറ്റ് എടുത്ത് വെയിറ്റ് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ചെറിയ കട്ടിയുള്ള പുതപ്പ് എടുത്തു. കാരണം നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ വെയിറ്റ് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു. പക്ഷേ ഗൈസ്, നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലാങ്കറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഇത് ചെയ്യരുത്. കാരണം പണി കിട്ടും. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം കർണാടക ബോർഡർ ആയത് കാരണം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഷർട്ടിൻ്റെ മേളൊരു വുഡി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വുഡി ഊരിയിട്ട് ഞാൻ കിടന്നു. എന്നിട്ട് പുതപ്പൊന്നും ഇല്ലാണ്ട് തന്നെ കിടന്നു. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചേട്ടന്മാരൊക്കെ എടാ ഭയങ്കര തണുപ്പാണ്, ബ്ലാങ്കറ്റ് എടുത്തോ. ഞാൻ പറഞ്ഞു ഇവരെന്ത് ഇങ്ങനെയൊക്കെ പറയണം? എന്നിട്ട് എനിക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്കാണെങ്കിൽ ചൂടാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഇനി വേറെ വല്ല മനുഷ്യനാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ദിവസം എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ ദിവസം ഏകദേശം ഞാൻ എണീറ്റപ്പോൾ ഒരു 12 മണിയായി. എന്നിട്ട് പണി പാളി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തണുപ്പ് വന്ന് എൻ്റെ പൊന്നു മോനെ സഹിക്കാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയാണ് ഇതൊക്കെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യണതിന് പകരം ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.